ഷക്കീർക്ക, നമ്മുടെ നാട്ടില് ഒരുപാട് ഷോറൂമുകളുണ്ട്, ടൈൽസ് ബാത്ത് വെയർ ഒക്കെ ആയിട്ട്. ഞാനും നിങ്ങളുടെ കുറെ ആയിട്ടുള്ള കസ്റ്റമറാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് നമ്മൾ മാക്സിമം പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാറും കാര്യങ്ങളൊക്കെ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്ട്, ഈ ബാക്കിയുള്ള നമ്മുടെ നാട്ടിലുള്ള ചുറ്റുപറ്റിയുള്ള ഷോറൂമുകളിൽ നിന്ന് ഒനിക്സ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നത്, ഒനിക്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ആസ് എ ഫൗണ്ടർ എന്ന നിലയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അസർ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് വ്യത്യസ്തമായ കളർ പാറ്റേൺ, അതിനനുസരിച്ച ഡിസൈൻസ്. ഇപ്പൊ നമ്മളെ പോലെ തന്നെ ഒരുപാട് ആർക്കിടെക്ട്സിനായിട്ട് നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്. നമ്മളെ ടീമിൽ കുറേ പേരുണ്ട്. അവരുടെ ഏകദേശം ചോയ്സ്, അവരുടെ കളർ തീം, അവരുടെ ഡിസൈൻസ്, അങ്ങനെ പല ആൾക്കാരതും വേറിട്ട് നിൽക്കുന്നതാണ്. എല്ലാവരും ഒരുപോലല്ല. ഇപ്പൊ അസറിന്റെ ചോയ്സ് അല്ല വേറെ ആളത്. അപ്പൊ എല്ലാവർക്കും വ്യത്യസ്തമായ ചോയ്സുകളാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടെ ഒണിക്സിലുള്ള ഓരോ മെറ്റീരിയലും ഞാൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യുന്ന മെറ്റീരിയലാണ്. അത് നിങ്ങൾക്ക് മറ്റുള്ള ഷോപ്പുകളും നമ്മുടെ ഷോപ്പ് കൂടി കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓരോ മാസത്തിലും ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ സന്ദർശിച്ച് അവിടെ എന്തൊക്കെ അപ്ഡേഷനാണ് കൊണ്ടുവരുന്നത് അതൊക്കെ കയ്യോടെ പർച്ചേസ് ചെയ്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഡിസ്പ്ലേ മാറ്റി അങ്ങനെ അപ്ഡേഷൻ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മളെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സന്ദർശിച്ച് അതിന്റെ ഹീറ്റ്നെസ്, ആ മെറ്റീരിയലിന്റെ തിക്നെസ്, അതിന്റെ വെയിറ്റ്, അതിന്റെ എല്ലാ സംഭവങ്ങളും പരിശോധിച്ച് 100% എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ സാധനം ഒണിച്ചെടുത്തുള്ളൂ. അത് ഞാൻ എപ്പോഴും ഗ്യാരണ്ടി പറഞ്ഞ കാര്യമാണ്. അത് ലേ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരാൻ പാടില്ല. എനിവേ ഒരു പ്രോബ്ലം വന്നാലും നമുക്കത് പരിഹരിക്കാൻ പറ്റണം. അങ്ങനത്തെ കമ്പനികൾ മാത്രമേ നമ്മൾ ടൈ അപ്പ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള സ്ഥാപനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, നമ്മളെ ഒണിക്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ മെറ്റീരിയലും, ടൈൽസ് ആയിക്കോട്ടെ, ടൈൽസിൽ തന്നെ ലോ പ്രൈസ് ആയിക്കോട്ടെ, മിഡിൽ പ്രൈസ് ആയിക്കോട്ടെ, ഹൈ പ്രൈസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽ. അതുപോലെ തന്നെ നമ്മളെ ക്ലാഡിംഗ് സ്റ്റോൺ, പാവി സ്റ്റോൺ, നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള പാവി സ്റ്റോൺ. എനിവേ അത് വേണ്ട, ഇനി മാർബിൾ വേണം കസ്റ്റമർക്ക്, ഇന്ത്യൻ മാർബിൾ വേണമെങ്കിൽ ഇന്ത്യൻ മാർബിളിലെ കളക്ഷൻ, അതല്ല ഇനി ഗ്രാനൈറ്റ് വേണോ ഗ്രാനൈറ്റിലെ കളക്ഷൻ. ഇനി അതൊന്നല്ല കസ്റ്റമർ ആക്കുന്നത്, ഒരു ഇമ്പോർട്ടഡ് മാർബിളാണ് ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതും നമ്മൾ ഒണിച്ചിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ മെറ്റീരിയൽ, ഇതെല്ലാം ഇവിടെ ഓൾറെഡി സ്റ്റോക്കാണ്. കസ്റ്റമർ വേറെ ഒന്ന് വന്നെടുത്തിട്ട് അടുത്തതിന് വേറെ ഒന്ന് പോവാ, അപ്പുറത്തേന് വേറെ ഒന്ന് പോവാ എന്നല്ല വേണ്ട. ഇനി അതൊന്നും വേണ്ട, സാനിറ്ററി വെയർക്ക് വേണം, സാനിറ്ററി വെയർ നമ്മൾക്ക് അവൈലബിൾ ആണ്. CP ഫിറ്റിംഗ്സ് വേണം, അത് നമ്മൾക്ക് അവൈലബിൾ ആണ്. ബാക്കി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ സാധനം നമ്മൾ നിങ്ങളെ സൈറ്റിൽ എത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയൽ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി വർക്കേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മളെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒണിക്സിന്റെ ഒരു ടീം തന്നെ ഉണ്ട്. അത് സൈറ്റിൽ പോയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടീം തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ടൈൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്കേഴ്സ് നമ്മളെ മാർക്കറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇമ്പോർട്ടഡ് മാർബിളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ സ്പെഷ്യൽ ടീം ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയ ആൾക്കാരെ ചിലപ്പോൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. ചിലപ്പോൾ ക്ലയന്റിന് ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പൊ നമ്മളെ പ്രവാസികളൊക്കെ വെച്ചെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഒരു സൈറ്റ് പറയുമ്പോൾ അവരെ കണ്ടുപിടിക്കാനും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഇല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള വർക്കേഴ്സിന് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് ആ സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വന്ന വഴി അതാണല്ലോ. 28 വർഷം മുന്നേ നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയതല്ലേ ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ട്. അന്നുള്ള ആ ഒരു ടീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അവര് കട്ടക്ക് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു കൺസെപ്റ്റിൽ അവർ ഇപ്പോഴാ വർക്ക് നല്ല വൃത്തിക്ക് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഏത് വർക്കും ഏത് രൂപത്തിൽ വേണമെങ്കിലും ഫിനിഷ് കൊടുക്കാൻ പറ്റിയ ടീം തന്നെ നമ്മുടെ കയ്യിലുണ്ട്.